ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് നമുക്ക് നല്ല ആരൊക്കെ എടുത്ത കലത്തപ്പം എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല കേട്ടോ, അത്രയ്ക്കൊരു ടേസ്റ്റിയാണ്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം പാട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഫുള്ളായിട്ട് ഞാൻ നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 2 അച്ച് ശർക്കരയും പിന്നെ 1 പൊട്ടും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം പാട് ചേർത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി ഈ തിളക്കുന്ന ഈ ചൂട് തന്നെ നന്നായിട്ട് ശർക്കരയൊക്കെ ഉരുകിയതിന് ശേഷം ആ ചൂട് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിനോട് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. നമ്മൾ ഗ്യാസിൽ നിന്ന് എടുക്കുന്ന ആ തിളച്ച ചൂട് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ഇളക്കി കൊടുക്കട്ടാനായിട്ട്. നമ്മുടെ മാവ് ഇതേ ഒരു ഇതിലാണ് കേട്ടോ വേണ്ടത്. ഇനി കുറച്ച് അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 മുറി തേങ്ങ ചെറിയതും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത് നമ്മൾ വെറും ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാണ്, വേറെ ഒരു പൊടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഞാനൊരു ചീൻചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് പൊരിക്കുന്നതല്ല. ഇതുള്ളി ഒരു സ്പൂണൊക്കെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1 തവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒഴിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ പറ്റ ലോ ഫ്ലെയിമിലാക്കട്ടോ, അല്ലെങ്കിൽ ഉള്ളൊക്കെ കരിഞ്ഞു പോവുള്ളൂ. ഇതൊന്ന് പുറം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തേക്ക് എണ്ണയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചും പാട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ ടേസ്റ്റി കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ അവർക്കൊരു ഹെൽത്തി ആണേനും. ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അടുത്തത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് 2-3 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്ന് വെക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല ആരെടുത്ത കലത്തപ്പം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം.